വെള്ളപ്പൊക്ക ദുരിതത്തിൽ നട്ടം തിരിഞ്ഞ് ചേർപ്പ് പഞ്ചായത്തിലെ 500ഓളം പേർ. മഴക്കാലമായതോടെ വഴികളിലും വീടുകളിലും വെള്ളം കയറിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇവർ. വീട്ടുമുറ്റങ്ങളിൽ വെള്ളം, നടവഴികളിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ സർവത്ര ദുരിതത്തിലാണ് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ. വെള്ളമുയർന്നപ്പോൾ ക്യാമ്പുകളിൽ അഭയം തേടിയവർക്ക് വീടുകളിലേക്ക് ഇതുവരെ മടങ്ങാൻ സാധിച്ചിട്ടില്ല. പലരും ക്യാമ്പിലെത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. ക്യാമ്പുകൾ മടുത്ത് ഏതാനും ചിലർ വീടുകളിൽ എത്തിയപ്പോൾ കണ്ടത് ഉഗ്രവിഷമുള്ള പാമ്പുകളെ. വീട് വൃത്തിയാക്കാൻ എത്തിയ പലരും കണ്ണ് നനയിക്കുന്ന കാഴ്ചകളാണ് കണ്ടതും. വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുപകരണങ്ങളടക്കം നശിച്ചു കിടക്കുന്നു. ഇപ്പോൾ പഞ്ചായത്തിൽ എല്ലാവരോടും പറയുന്നുണ്ട്, അവർ വന്ന് ശരിയാക്കാന്ന് പറഞ്ഞു പോകണല്ലോ, പിന്നെ ശരിയാക്കി തരുന്നില്ല. താമസിക്കുന്നത് JPS സ്കൂളിൽ 1 മാസം ആയി. ഇപ്പോൾ വെള്ളം പോകണില്ല ഇവിടുന്ന്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കുള്ള വെള്ളമൊക്കെ വന്ന് ഇവിടെ അടഞ്ഞു കൂടി. വെള്ളത്തിന് പോകാൻ ഗ്യാപ്പില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ദുരിത ക്യാമ്പിൽ ചേർപ്പ് പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്താൻ പലരും എത്തിയെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും തയ്യാറായിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. സർക്കാർ സ്കൂളുകളിലാണ് നിലവിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 2 ക്യാമ്പുകളിലായി 500-ലധികം ആളുകളാണ് താമസിക്കുന്നത്. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ കൃത്യസമയത്ത് കുട്ടികൾക്ക് പഠനം നടത്താൻ സാധിക്കുന്നില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ പഠനം ഞങ്ങൾ 3 ആഴ്ചയോളം ക്ലാസ് മുടക്കിയിട്ടുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് മുടക്കിയതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. കാരണം നമ്മൾ ഈ സ്കൂളിൽ മാത്രമാണ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്കൂളുകളിലൊക്കെ സാധാരണ പോലെ ക്ലാസ് പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ കുട്ടികൾ TC വാങ്ങി പോകാമെന്നുള്ള വലിയൊരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾ പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് താൽക്കാലികമായ ക്ലാസ് തുറന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ആകെ 2 ക്ലാസ് റൂം മാത്രമാണ് ഞങ്ങൾ സാധാരണ 7 ക്ലാസ് റൂം ഉപയോഗിക്കുന്നിടത്ത് 2 ക്ലാസ് റൂം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ പഠനം നടത്തുന്നത്. അത് തന്നെ രാത്രിയാവുമ്പോൾ ഈ ക്യാമ്പിലെ ആളുകൾക്ക് താമസിക്കേണ്ട അവസ്ഥയാണ്. അവർക്ക് വേറെ സൗകര്യങ്ങളില്ല. മഴ തോർന്നെങ്കിലും കോൾപ്പാടങ്ങളിലെ വെള്ളക്കെട്ടാണ് താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിൽ മുക്കിയിരിക്കുന്നത്. അനധികൃത കയ്യേറ്റങ്ങളും പുഴകളുടെ സ്വാഭാവിക ഒഴുക്കും പുനഃസ്ഥാപിച്ചാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനു വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തൃശൂർ.